നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ക്ലാസ് 11 ബയോളജിയിലെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പാർട്ട് 3 സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു നെർവ് ഫൈബറിൽ കൂടി എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്നാണ് കണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ന്യൂറോണിന്റെ നെർവ് ഫൈബറിൽ കൂടി ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ വഴിയാണ്. ഇലക്ട്രിക്കൽ ചാർജുകളായിട്ടാണ് ഒരു ഇമ്പൾസ് ന്യൂറോണിൽ കൂടി കടന്നു പോകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഒരു ന്യൂറോണിൽ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് എങ്ങനെയാണ് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു സിനാപ്സ്? സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ജംഗ്ഷനെയാണ് ഒരു സിനാപ്സ് എന്ന് പറയുക. അതായത് ഒരു ന്യൂറോണിന്റെ ആക്സണൈറ്റും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ചേരുന്ന ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. It is a junction between two neurons, that is axonites of one neuron and dendrite of another. പ്രീസിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനാപ്സിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോണിനെ നമ്മൾ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ എന്നാണ് പറയുക. സിനാപ്സിൽ നിന്ന് ഇമ്പൾസുകളെ കൊണ്ടുപോകുന്ന ന്യൂറോണിനെ നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയും. ഒരു സിനാപ്സിന് മുൻപ് സിനാപ്സിലേക്ക് ഇമ്പൾസുകളെ കൊണ്ടുവരുന്നതിനെ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ എന്നും സിനാപ്സിൽ നിന്ന് ഇമ്പൾസുകളെ കൊണ്ടുപോകുന്ന ന്യൂറോണിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നുമാണ് പറയുക. ഈ രണ്ട് ന്യൂറോൺസും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെയും പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെയും മെംബ്രെയിൻസ് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ്. ഒരു സിനാപ്സിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. Based on the nature of impulse transmission, there are two types of synapse. ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ നേച്ചർ അനുസരിച്ചിട്ട് രണ്ട് തരത്തിലുള്ള സിനാപ്സുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്നും കെമിക്കൽ സിനാപ്സ് എന്നും. ആദ്യത്തേത് ഇലക്ട്രിക്കൽ സിനാപ്സ്. നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിനാപ്സിലെ മെംബ്രെയിൻസ് തമ്മിൽ വളരെയധികം അടുത്തായിട്ടായിരിക്കും കാണുക. അതുകൊണ്ട് തന്നെ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് ഡയറക്ട്ലി ആക്സോണിലെ എങ്ങനെയാണോ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത് അതേ രീതിയിൽ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കും. എവിടെ? ഇലക്ട്രിക്കൽ സിനാപ്സിൽ. അപ്പോൾ ഡയറക്ട്ലി ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ആസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആസ് ഇൻ ആക്സോൺ. ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് തന്നെയാണ് മെസ്സേജ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. ട്രാൻസ്മിഷൻ ഈസ് ഫാസ്റ്റർ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ വളരെ പെട്ടെന്നായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് റെയർ ഇൻ അവർ സിസ്റ്റം വെൻ കമ്പയർഡ് ടു ദി കെമിക്കൽ സിനാപ്സ്. കെമിക്കൽ സിനാപ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ. ദേ ആർ ഫൗണ്ട് ഇൻ ന്യൂറോൺസ് ഓഫ് തലാമസ്, റെറ്റിന, എക്സെട്ര. തലാമസ്, റെറ്റിന പോലുള്ള സ്ഥലങ്ങളിലെ ന്യൂറോണുകളിലാണ് ഇലക്ട്രിക്കൽ സിനാപ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. ഇതിൽ രണ്ട് ന്യൂറോൺ, ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണും ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും ആണ്. ഇത് തമ്മിലുള്ള ജംഗ്ഷൻ ആണിത്. ഇതാണ് ഇതിന്റെ സിനാപ്സ്. അപ്പൊ ഈ ജംഗ്ഷനിലേക്ക് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ ചാർജസ് ഡയറക്റ്റ് ആയിട്ടാണ് പാസ് ചെയ്യുക. അപ്പൊ ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ ഫോം ചെയ്തിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക ആസ് ഇൻ ആക്സോൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ അധികം ഗ്യാപ്പില്ല, വളരെ ക്ലോസ് ആയിട്ട് അതിന്റെ മെംബ്രെയിൻസ് കാണപ്പെടും. പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസും വളരെ അടുത്ത് തന്നെ കാണപ്പെടും. അതുകൊണ്ട് തന്നെ അവര് മെസ്സേജുകളെ അല്ലെങ്കിൽ ഇമ്പൾസുകളെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് തന്നെയാണ് കടത്തിവിടുക.
ട്രാൻസ്മിഷൻ ഫാസ്റ്റർ ആണ്, റെയർ ആയിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ കാണുക. തലാമസിലും റെറ്റിനയിലുമാണ് ഈ ന്യൂറോൺസ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ തരം സിനാപ്സ് ആണ് കെമിക്കൽ സിനാപ്സ്. ഹിയർ മെംബ്രെയിൻസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇവിടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ, ഒരു സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഇസ് നോൺ ആസ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ആ സ്പേസിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അവിടെ കെമിക്കൽസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കെമിക്കൽ സിനാപ്സ് എന്ന് പറയുക. നമ്മൾ പഠിച്ചായിരുന്നു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. അസറ്റൈൽ കൊളൈൻ, അഡ്രിനാലിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിൽ കൂടി നെർവ് ഇമ്പൾസുകൾ കടന്നു വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മെംബ്രെയിനിൽ, അതായത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള കാൽഷ്യം ചാനലുകൾ ഓപ്പൺ ആവുകയും ന്യൂറോണിനുള്ളിലേക്ക് കാൽഷ്യം അയോണുകൾ എത്തുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇവിടെ സിനാപ്റ്റിക് വെസിക്കിൾസിനുള്ളിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ട് ഈ കാൽഷ്യം അയോൺസ് ഇന്ററാക്ട് ചെയ്യുകയും ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനെ ഈ മെംബ്രെയിനിലേക്ക്, അതായത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് ഫ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ആ സിനാപ്റ്റിക് വെസിക്കിൾസ് ബ്രേക്ക് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടും. ആ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള റിസപ്റ്റേഴ്സിൽ ചെന്ന് ബൈൻഡ് ചെയ്യുകയും അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് സോഡിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരികയും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നെർവ് ഇമ്പൾസുകൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ കൂടി കടന്നു പോകും. ഓക്കെ, അപ്പൊ നോക്കാം. കെമിക്കൽ സിനാപ്സ് എന്ന് പറയുമ്പോൾ മെംബ്രെയിൻസ് ആർ സെപ്പറേറ്റഡ് ബൈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. Impulse reaching presynaptic knob stimulates the movement of synaptic vesicles towards the membrane. Synaptic vesicles മെംബ്രെയിനിലേക്ക് മൂവ് ചെയ്യും. Vesicles get fused with membrane. എന്നിട്ട് ആ വെസിക്കിൾസ് മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. It release the neurotransmitters adrenaline and acetylcholine to the cleft. Adrenaline, acetylcholine പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് അത് റിലീസ് ചെയ്യും. Neurotransmitters bind to the receptors in the membrane of postsynaptic neuron and generate the action potential in it, that is repolarization. Neurotransmitters postsynaptic neuronile membranesലെ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അവിടെ ഒരു ഡീപോളറൈസേഷൻ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. ഇമ്പൾസ് വരുന്ന സ്റ്റിമുലസ് വരുന്ന സ്ഥലത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ആക്ഷൻ പൊട്ടൻഷ്യൽ പാസസ് ആസ് എ വേവ് അലോങ് ദി നെക്സ്റ്റ് ന്യൂറോൺ. അടുത്ത ന്യൂറോണിൽ കൂടി, അതായത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ കൂടി ഒരു വേവ് പോലെ ആക്ഷൻ പൊട്ടൻഷ്യൽ മൂവ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. അത് എക്സൈറ്റേറ്ററി ഇമ്പൾസും ആകാം, ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഇമ്പൾസും ആകാം. അതായത് ഒരു പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രവർത്തനത്തിനെ കുറയ്ക്കുന്നതുമാകാം. ഇമ്പൾസ് ഏത് രീതിയിലും ആകാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ടാർഗറ്റ് ഓർഗനിൽ ഉണ്ടാവുക. അങ്ങനെ ഈ ന്യൂറോണിൽ കൂടി കടന്നുപോയി ഇമ്പൾസുകൾ ടാർഗറ്റ് ഓർഗനിൽ എത്തുമ്പോൾ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നു. ഇവിടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഈ ഡയഗ്രത്തിൽ മനസ്സിലാകും. ഇതിലെ കൂടി, അതായത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിനുള്ളിൽ കൂടി ഇമ്പൾസുകൾ കടന്നു വരികയും അതേസമയം കാൽഷ്യം അയോണുകൾ, വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആവുകയും അതിന്റെ ഫലമായിട്ട് ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് അതിനുള്ളിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ട് ഈ പ്രീസിനാപ്റ്റിക് മെംബ്രെയിനടുത്തേക്ക് വരികയും അവിടെ ചെന്ന് ഫ്യൂസ്ഡ് ആവുകയും അല്ലെ, മെംബ്രെയിനുമായിട്ട് കൂടിച്ചേർന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറിയിട്ട് ഇതെന്തായിട്ട് മാറും? നെർവ് ഇമ്പൾസ് ആയിട്ട് മാറും.
അത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ കൂടി കടന്നു പോകും. എന്നിട്ട് ടാർഗറ്റ് ഓർഗനിൽ ചെന്നിട്ട് കറസ്പോണ്ടിങ് റെസ്പോൺസ് ഉണ്ടാകും. ഇങ്ങനെയാണ് സിനാപ്സിൽ കൂടി ഒരു ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തേക്ക് താങ്ക് യു.